നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ലോകത്തിൻ്റെ അഭിമാനമായി സുനിത വില്യംസും കൂട്ടരും മാറിയിരിക്കുകയാണ്. ക്രൂ 9 ലാൻഡിങ്ങിന് ശേഷം സുനിത വില്യംസും സംഘവും ഡ്രാഗൺ പേടകത്തിന് പുറത്തിറങ്ങി. കൈവീശി കാണിച്ച് ചിരിച്ചുകൊണ്ടാണ് സുനിത വില്യംസ് പുറത്തിറങ്ങിയത്. നിക് ഹേഗാണ് യാത്രക്കാരിൽ ആദ്യം പുറത്തിറങ്ങിയത്. മൂന്നാമതായി സുനിതയും പുറത്തിറങ്ങി. യാത്രികരെ നിലവിൽ സ്ട്രെച്ചറിൽ വൈദ്യപരിശോധനയ്ക്കായി മാറ്റുകയാണ്. സുനിത വില്യംസും സംഘവും സഞ്ചരിച്ച ക്രൂ 9 ഡ്രാഗൺ പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന് 3:30 ലാൻഡ് ചെയ്തത്. സ്പേസ് എക്സിന്റെ MV മേഗൻ എന്ന കപ്പൽ പേടകത്തെ കടലിൽ നിന്ന് വീണ്ടെടുത്ത് യാത്രക്കാരെ കരയ്ക്കെത്തിച്ചു. അങ്ങനെ മാസങ്ങൾ നീണ്ട ദൗത്യത്തിന് ശേഷമാണ് ക്രൂ 9 സംഘം ഭൂമിയിലെത്തിയത്. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം 10:35 ഫ്രീഡം ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തത്. നിക് ഹേഗ്, സുനിത വില്യംസ്, ബുച്ച് വിൽമോർ, പിന്നെ റഷ്യൻ കോസ്മനോട്ട് അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവരായിരുന്നു പേടകത്തിലെ യാത്രക്കാർ. സ്റ്റാർലൈനർ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൗത്യ കാലാവധി നീട്ടേണ്ടി വന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും നീണ്ട 9 മാസത്തെ ദൗത്യം ആവേശകരമായി പൂർത്തിയാക്കിയാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്. 2024 ജൂൺ 5 ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പരീക്ഷണ പേടകത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ISSലേക്ക് കുതിച്ചത്. വെറും 8 ദിവസം മാത്രമായിരുന്നു ദൗത്യ കാലയളവ്. എന്നാൽ സാങ്കേതിക തകരാർ കാരണം സ്റ്റാർ ലൈനറിൽ സുനിതയ്ക്കും ബുച്ചിനും മടങ്ങി വരാനായില്ല. ഇരുവരുമില്ലാതെ പേടകത്തെ ലാൻഡ് ചെയ്യിക്കുകയാണ് ബോയിങ്ങും നാസയും ചെയ്തത്. ഡ്രാഗൺ പേടകത്തിൽ നിന്ന് സോളാർ പാനലുകൾ അടങ്ങിയ ട്രങ്ക് എന്ന ഭാഗം പുലർച്ചെ 2:36 വേർപെടുത്തി. തൊട്ടു പിന്നാലെ 2:41 ഡ്രാഗൺ പേടകം ഭൂമിയിലേക്ക് പ്രവേശിക്കാനായുള്ള അവസാനവട്ട എഞ്ചിൻ ജ്വലനം നടത്തുകയും ലാൻഡിംഗ് പാത ഉറപ്പിക്കുകയും ചെയ്തു. 3:30 പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന് ലാൻഡ് ചെയ്തു. സ്പേസ് എക്സിന്റെ MV മേഗൻ എന്ന കപ്പൽ പേടകത്തെ കടലിൽ നിന്ന് വീണ്ടെടുത്ത് സുനിതയെയും ബുച്ചിനെയും ഹേഗിനെയും ഗോർബുനോവിനെയും കരയിലെത്തിക്കുകയാണ്. അതേസമയം നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് പുതുവർഷത്തെ വരവേറ്റത് 16 തവണയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? അതേസമയം നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് പുതുവർഷത്തെ വരവേറ്റത് 16 തവണയാണ്. 16 തവണയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വെച്ച് സുനിത വില്യംസ് ഉൾപ്പെടെയുള്ള 7 പേർ സൂര്യോദയവും അസ്തമയവും കണ്ടത്. ഇവർ ഉൾപ്പെടുന്ന പേടകം ഓരോ തവണ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോഴും സൂര്യോദയവും സൂര്യാസ്തമനവും കാണാനാകും. 2025 പുതുവർഷ ദിനത്തിലേക്ക് കാലചക്രം കറങ്ങിയെത്തിയപ്പോഴേക്കും ഭൂമിയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് ഭൂഗോളത്തെ ചുറ്റുന്ന ബഹിരാകാശ സഞ്ചാരികൾ 16 തവണയാണ് പുതുവർഷം ആഘോഷിച്ചത്. മൈക്രോഗ്രാവിറ്റിയിൽ ജീവിക്കുകയും ഗവേഷണ ജോലി ചെയ്യുകയും ചെയ്യുന്നവരാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുണ്ടായിരുന്ന സുനിത വില്യംസും സംഘവും. 2024 ജൂണിൽ ഒരാഴ്ചത്തെ ദൗത്യത്തിനായി ബോയിങ്ങിന്റെ പരീക്ഷണ സ്റ്റാർ ലൈനർ ബഹിരാകാശ പേടകത്തിലാണ് സുനിത വില്യംസും സഹയാത്രികൻ ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. എന്നാൽ സ്റ്റാർ ലൈനറിലെ സാങ്കേതിക തകരാറ് കാരണം ഇരുവർക്കും നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് മടങ്ങി വരാനായില്ല. ഇരുവരുമില്ലാതെ പേടകം ഭൂമിയിൽ തിരിച്ചിറക്കുകയാണ് നാസയും ബോയിങ്ങും പിന്നീട് ചെയ്തത്. ഇതിനുശേഷമാണ് സുനിതയുടെയും ബുച്ചിന്റെയും അടക്കം 2025 ഫെബ്രുവരിയിലേക്ക് നിശ്ചയിച്ചതും ഒടുവിൽ മാർച്ച് അവസാനം വരെ നീണ്ട കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഇന്ന് പുലർച്ചെയോടെ സുനിതയും ബുച്ചും ഉൾപ്പെടെ ക്രൂ 9 ദൗത്യ സംഘത്തിലെ 4 പേർ ഭൂമിയിൽ പറന്നിറങ്ങിയെന്നത് ഏറ്റവും ആശ്വാസകരമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 9 മാസത്തിലധികമായി കഴിയേണ്ടി വന്നത് സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ആശങ്കയ്ക്ക് യാതൊരു വകയുമില്ല എന്നാണ് നാസയും സുനിതയും വ്യക്തമാക്കിയത്. പുതുവത്സരത്തിന് മുമ്പ് സുനിത വില്യംസും കൂട്ടരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ക്രിസ്മസും ആഘോഷിച്ചിരുന്നു. 9 മാസം ബഹിരാകാശത്ത് ചെലവഴിച്ചതിന് ശേഷം ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെയാണ് സുനിത ഭൂമിയിൽ എത്തിച്ചേരുക. സുനിത വില്യംസും സഹപ്രവർത്തകരും സ്പേസ് എക്സിന്റെ ഫ്രീഡം ഡ്രാഗൺ പേടകത്തിലാണ് തിരിച്ചെത്തിയത്. ബോയിങ്ങിന്റെ ബഹിരാകാശ പരീക്ഷണ സ്റ്റാർ ലൈനർ 2024 ജൂൺ 5 ISSലേക്ക് പോയപ്പോൾ 8 ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചെത്തേണ്ടതായിരുന്നു ഇവരിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും. എന്നാൽ സ്റ്റാർ ലൈനറിന്റെ തകരാറ് അടക്കമുള്ള കാരണങ്ങളാൽ ബഹിരാകാശ നിലയത്തിൽ ഇവർക്ക് 9 മാസത്തിലേറെ ചിലവഴിക്കേണ്ടി വന്നു. മറ്റ് മേഖലകളിലെ പല ജീവനക്കാരും സാധാരണയായി ചെയ്യുന്നത് പോലെ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും ബഹിരാകാശത്ത് ദീർഘകാലം താമസിച്ചതിന് ഓവർടൈം സാലറി കിട്ടുമോ എന്ന സംശയത്തോടെ പലരുടെയും മനസ്സിൽ ഉയർന്നു കഴിഞ്ഞു. നാസയിലെ മുൻ ബഹിരാകാശ യാത്രികൻ കാഡി കോൾമാന്റെ അഭിപ്രായത്തിൽ ബഹിരാകാശ യാത്രികർക്ക് ശമ്പളമാണ് പ്രധാനമായും നൽകുന്ന പ്രതിഫലം. ബഹിരാകാശ യാത്രികരുടെ ഗതാഗതം, താമസം, ഭക്ഷണം എന്നീ ചിലവുകളും നാസ വഹിക്കും. കൂടാതെ ഇൻസിഡൻസൽ എന്ന ഇനത്തിൽ ഒരു ചെറിയ ദൈനംദിന അലവൻസും ഉണ്ട്. തനിക്ക് അങ്ങനെ കിട്ടിയ ഇൻസിഡൻസൽ തുക ഒരു ദിവസം ഏകദേശം $4 ആയിരുന്നു എന്നാണ് കാഡി കോൾമാൻ Washington.comനോട് പറഞ്ഞത്. 2010-2011 159 ദിവസത്തെ ദൗത്യത്തിനിടെ കാഡി കോൾമാൻ ഏകദേശം $636 അധികം ശമ്പളം കിട്ടി.
ഈ കണക്കുകളുമായി താരതമ്യം ചെയ്താൽ 287 ദിവസത്തിലധികം ബഹിരാകാശത്ത് ചിലവഴിച്ച സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും കുറഞ്ഞത് $1148 അധിക ഇൻഡിസെൻസ് ഇനത്തിൽ പ്രതിഫലം കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഏകദേശം 1 ലക്ഷം ഇന്ത്യൻ രൂപയാണ് ഇരുവർക്കും കിട്ടാനിടയുള്ള ഓവർ ടൈം സാലറി. റിപ്പോർട്ടുകൾ പ്രകാരം സുനിത വില്യംസും ബുച്ച് വിൽമോറും യുഎസിലെ ജനറൽ പേ ഷെഡ്യൂളിലെ ഏറ്റവും ഉയർന്ന റാങ്കായ GS-15 ഉൾപ്പെടുന്നു. GS-15 സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ജനറൽ ഷെഡ്യൂൾ ഘട്ടത്തെ ആശ്രയിച്ച് $1,25,133 മുതൽ $1,62,672 വരെ അടിസ്ഥാന ശമ്പളം കിട്ടുന്നു. ജനറൽ ഷെഡ്യൂൾ വർഗീകരണവും ശമ്പള സംവിധാനവും പ്രൊഫഷണൽ, ടെക്നിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്, ക്ലറിക്കൽ തസ്തികകളുള്ള ഭൂരിഭാഗം സിവിലിയൻ വൈറ്റ് കോളർ ഫെഡറൽ ജീവനക്കാരെയും ഉൾക്കൊള്ളുന്നു. ISSലെ 9 മാസത്തെ നീണ്ട കാലയളവിലെ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും ആനുപാതികമായി ലഭിച്ച ശമ്പളം $93,850 $1,22,004 ഇടയിലാണ്. അതായത് ഏകദേശം 81 ലക്ഷം രൂപ മുതൽ $1 കോടി വരെ. ഇൻസിഡന്റൽ സാലറിയായി $1,148 രൂപ കൂടി ചേർക്കുന്നതോടെ ദൗത്യത്തിനിടയിലെ അവരുടെ ആകെ പ്രതിഫലം $94,998 മുതൽ $1,23,152 വരെ ആയിരിക്കുമെന്ന് കരുതപ്പെടുന്നു. ഇത് ഏകദേശം 82 ലക്ഷം രൂപ മുതൽ $1 കോടി ഇന്ത്യൻ രൂപ വരെ വരും. അതേസമയം 2011 മുതൽ നാസ നടപ്പിലാക്കിയ ഇൻസിഡന്റൽ ഡെയിലി അലവൻസിൽ ഉണ്ടായേക്കാവുന്ന വർധനവുകൾക്ക് ഈ കണക്കുകൂട്ടൽ ബാധകമാകില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. കോൾമാന്റെ അനുഭവം അവരുടെ ദൗത്യത്തിനിടെ പ്രതിദിനം $4 അലവൻസിനെ പ്രതിഫലിപ്പിക്കുന്നുണ്ടെങ്കിലും പണപ്പെരുപ്പമോ മറ്റ് ഘടകങ്ങളോ കാരണം വർഷങ്ങളായി തുകയിൽ മാറ്റം വന്നിരിക്കാം. അതിനാൽ സുനിത വില്യംസ്, ബുച്ച് വിൽമോർ തുടങ്ങിയ ബഹിരാകാശ യാത്രികർക്കുള്ള ഇൻസിഡന്റൽ നഷ്ടപരിഹാരം അതിനുശേഷം നാസ ദൈനംദിന അലവൻസിൽ വരുത്തിയ ക്രമീകരണങ്ങളെ അടിസ്ഥാനമാക്കി വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യയുടെ സോയുസ് പേടകം വെറും 3 മണിക്കൂറിൽ ISSൽ നിന്ന് യാത്രികരെ ഭൂമിയിലെത്തിക്കുമ്പോൾ സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ പേടകത്തിന് എന്തുകൊണ്ടാണ് 17 മണിക്കൂർ സമയം ലാൻഡിങ്ങിനായി വേണ്ടി വരുന്നത് എന്നതും ഒരു ചോദ്യമാണ്. ഫ്ലോറിഡ തീരത്താണ് സുനിത വില്യംസ്, ബുച്ച് വിൽമോർ എന്നിവരെ അടക്കം 4 പേരെ വഹിച്ച് സ്പേസ് എക്സിൻ്റെ ഫ്രീഡം ഡ്രാഗൺ പേടകം ബുധനാഴ്ച പുലർച്ചെ ലാൻഡ് ചെയ്തത്. ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്ത ശേഷം 17 മണിക്കൂർ അടുത്തായിരിക്കും ഈ പറന്നിറങ്ങൽ. ISSൽ നിന്ന് മണിക്കൂറിൽ 28,800 കിലോമീറ്റർ വേഗത്തിൽ വരുന്ന ഡ്രാഗൺ പേടകം ഭൂമിയിലെത്താൻ എന്തിന് ഇത്രയധികം സമയം വേണ്ടി വരുന്നുവെന്ന സംശയം പലർക്കും കാണും. ISSൽ നിന്ന് കഴിഞ്ഞ വർഷം റഷ്യൻ പേടകമായ സോയിസ് 3 മണിക്കൂറിൽ 3 അംഗങ്ങളെ ഭൂമിയിൽ തിരിച്ചെത്തിച്ചിരുന്നു. വളരെ ശ്രദ്ധയോടെ സ്പേസ് എക്സും നാസയും ഡ്രാഗൺ ക്യാപ്സൂളിൻ്റെ ഓർബിറ്റ്, സ്പ്ലാഷ് ഡൗൺ എന്നിവ പൂർത്തിയാക്കുന്നതാണ് ക്രൂ 9 സംഘം ഭൂമിയിലെത്താൻ കാലതാമസത്തിന് കാരണം. അതേസമയം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 9 മാസം നീണ്ട ദൗത്യം പൂർത്തിയാക്കി ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്ന നാസയുടെ ഇന്ത്യൻ വംശജയായ സഞ്ചാരി സുനിത വില്യംസിന് ആശംസകളുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുനിതയുടെ നേട്ടങ്ങളിൽ 140 കോടി ഇന്ത്യക്കാർ ഇപ്പോഴും അഭിമാനം കൊള്ളുന്നതായും സുനിതയും ബുച്ചും വിജയകരമായി ലാൻഡ് ചെയ്യാൻ ആശംസകൾ നേരുന്നതായും പ്രധാനമന്ത്രി കുറിച്ചു. സുനിത വില്യംസ്, എല്ലാ ഇന്ത്യക്കാരുടെ ആശംസകൾ അങ്ങേക്ക് നേരുകയാണ്. അറിയപ്പെടുന്ന ബഹിരാകാശ യാത്രികനായ മൈക്ക് മാസിമിനോയുമായി ഇന്ന് താൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ സംഭാഷണത്തിൽ സുനിതയുടെ പേര് ഉയർന്നു വന്നു. നിങ്ങളെ ഓർത്ത് എത്രയേറെ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എന്ന കാര്യം ചർച്ച ചെയ്തു. ആ ചർച്ചയ്ക്ക് ശേഷം സുനിതയ്ക്ക് ഒരു എഴുതാതിരിക്കാനായില്ല. സുനിത വില്യംസിന്റെ നേട്ടങ്ങളിൽ 140 കോടി ഇന്ത്യക്കാർ എപ്പോഴും അഭിമാനം കൊള്ളുന്നുണ്ട്. നിങ്ങളുടെ ധീരത, സന്നദ്ധത ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതായി പുതിയ ദൗത്യം. ആയിരക്കണക്കിന് മൈലുകൾ അകലെയാണ് നിങ്ങൾ ഉള്ളതെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും അടുത്തുണ്ട്. സുനിതയുടെ ആരോഗ്യത്തിനും വിജയകരമായ ലാൻഡിങ്ങിനുമായി എല്ലാ ഇന്ത്യക്കാരും പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു പ്രധാനമന്ത്രി അയച്ച കത്തിലെ വിശദാംശങ്ങൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.